എം.കെ മലബാർ ഗോൾഡ്. താങ്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസിൽ ചോദിച്ചൊരു ഡയലോഗുണ്ട്. നിങ്ങൾക്ക് നാണമുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ ടീമാണ് ആദിലയും നൂറയും ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ചത്. അതിനനുസരിച്ചാണ് അവരവിടെ വന്നത്. നിങ്ങൾ അവരോടൊപ്പം നിന്ന് ഫോട്ടോയും എടുത്തു. അതിനുശേഷം ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരെ നാണം കെടുത്തുക എന്നുള്ളതാണോ? അതോ നിങ്ങൾ ആരുടെയെങ്കിലും വാക്ക് കേട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് വിഷമിച്ചതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇട്ടതാണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം. രണ്ടാമത്തെ കേസ്, ആദില, നൂറ എന്ന് അവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല. അവർ രണ്ടുപേർക്കും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അവർക്ക് ഓരോരുത്തർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അതനുസരിച്ച് അവരവരെ ജീവിക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ അവരെ വിളിക്കാൻ പാടില്ലായിരുന്നു. വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് വെറും തെണ്ടിത്തരം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ അവർക്കുണ്ടായ വിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. നിങ്ങൾക്കാണ് ആ സ്ഥാനത്ത്, നിങ്ങൾക്കാണ് ഇതുപോലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? എത്രയൊക്കെ പണമുണ്ടെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്, അല്പമെങ്കിലും മനുഷ്യത്വം അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ ശ്രമിക്കണം എപ്പോഴും. പൈസ മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇന്നലെ നടത്തിയ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി തന്നെ ഇന്ന് രാവിലെ ഒറ്റ പോസ്റ്റ് കൊണ്ട് പോയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കരുത്. ഓക്കെ, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെയാണ് ആദിലയും നൂറയൊക്കെ അവിടെ ക്ഷണിച്ചതും. അതിനനുസരിച്ചാണ് അവരവിടെ വന്നത്, അല്ലാതെ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല. മാത്രമല്ല, അവരിപ്പം കേരളത്തിൽ അറിയപ്പെടുന്ന 2 സെലിബ്രിറ്റികളുമാണ്, അല്ലാതെ വെറുതെ വഴി പോയവരൊന്നും അല്ല അങ്ങനെ വന്ന് കയറാൻ വേണ്ടി മാത്രം. കേട്ടോ, നിങ്ങൾ ഈ മലബാർ ഗോൾഡ് എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ ഒരു ഇതങ്ങ് മാറിയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ സ്വഭാവം ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സോ എനിക്ക് ആദിലയും നൂറയോടും പറയാനുള്ളത്, ഇതൊന്നും അധികം കാര്യമാക്കി എടുക്കേണ്ട. സമൂഹത്തിൽ ഇതുപോലെ കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ കാണും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലാലേട്ടൻ വരെ പറഞ്ഞു, നിങ്ങളെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. അതിനപ്പുറം ഇനിയൊന്നും ഒരു അപ്രിസിയേഷൻ കിട്ടാനുമില്ല. സോ ഇനിയെങ്കിലും മലബാർ ഗോൾഡ് അല്ലെങ്കിൽ അതുപോലെ ഫൈസലിനെ പോലെ ഉള്ളവരുടെ ചിന്താഗതി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ.